നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൽ ടൈറ്റിൽ റേസ് വീണ്ടും കനക്കുമോ? ഇന്നലെ ആഴ്സണൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആഴ്സണൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമ്പോഴൊക്കെ മറ്റ് ടീമുകൾക്കൊരു പ്രതീക്ഷയാണ്. ബ്രെൻഫോർഡാണ് ഇന്നലെ 1-1 സമനിലയിൽ അവരെ കുലുക്കിയത്. ഇപ്പോൾ ഈ മിഡ് വീക്കിൽ നടന്ന മത്സരങ്ങളിൽ ലിവർപൂൾ 1-0 അവരുടെ കളി ജയിച്ചു. സിറ്റി അവരുടെ കളി നല്ല രൂപത്തിൽ തന്നെ വിജയിച്ചേറി 3-0 ഫുൾഹാമിനെ തോൽപ്പിച്ചു. ആസ്റ്റൺ വില്ല 1-0 ബ്രൈറ്റണെ തോൽപ്പിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആഴ്സണലിന് ഈ കളി വിജയിക്കുക എന്നുള്ളത് ആവശ്യമായിരുന്നു, അവരുടെ ആ 6 പോയിൻറ്റിൻ്റെ ലീഡൊക്കെ നിലനിർത്താൻ. പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അവർ സമനിലയിൽ കുരുങ്ങി. ഇനിയിപ്പോൾ സിറ്റിയുമായിട്ട് 4 പോയിൻറ്റിൻ്റെ ഡിഫറൻസാണുള്ളത്. ഒരു കളി കൈവിട്ട് പോയാൽ പിന്നെ അത് ഒന്നായിട്ട് ചുരുങ്ങും. അങ്ങനെ ആകെ ടൈറ്റാവാനുള്ള സാധ്യത വീണ്ടും തെളിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ 1-1 സമനിലയാണ് ബ്രെൻഫോർഡിൻ്റെ മൈതാനത്ത് ഇന്നലത്തെ മത്സരത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കളിയിൽ മെഡോക്കാണ് കളിയുടെ 61-ാമത്തെ മിനിറ്റിൽ ആഴ്സണലിനായിട്ട് ഗോൾ അടിച്ചെങ്കിൽ 71-ാമത്തെ മിനിറ്റിൽ ലൂയിസ് പോട്ടറുടെ ഗോളിനാണ് ബ്രെൻഫോർഡ് ഒപ്പം പിടിച്ചത്. തീർച്ചയായിട്ടും ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റിൽ അവർ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. 4 പോയിൻ്റ് വ്യത്യാസമുണ്ട്. 26 കളി 57 പോയിൻ്റ് അവർക്കുണ്ട്. സിറ്റിക്ക് 26 കളി 53 പോയിൻ്റ്. ആസ്റ്റൺ വില്ലയ്ക്ക് 26 കളി 50 പോയിൻ്റ്. ഇതാണ് സ്ഥിതിവിശേഷം. 4-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ട്, 26 കളി 45 പോയിൻ്റ്. എന്തായാലും പ്രീമിയർ ലീഗിൽ പോരാട്ടം ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ടൈറ്റിൽ റേസിൽ ആഴ്സണൽ അപരാജിത കുതിപ്പുമായിട്ട് വിരാജിച്ച് 1-ാം സ്ഥാനത്ത് വിരാജിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. സോ ഒരു ചെറിയ മാറ്റത്തിന് സാധ്യതയുണ്ട്. പിന്നെ ആഴ്സണൽ ആയതുകൊണ്ട് എന്തും സംഭവിക്കാൻ നമുക്കറിയാലോ. പലവട്ടം ഇങ്ങനെ മുന്നിലൊക്കെ കയറി നിന്നിട്ട് സ്വയം ആ ഒരു കാര്യങ്ങൾ കൈവിട്ടിട്ട് ബോട്ട്ലെസ് എന്നൊക്കെ പലരും വിളിക്കുന്ന രൂപത്തിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത്തവണ അത് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. എർലിംഗ് ഹാലൻഡ് തന്നെയാണ് ഇപ്പോൾ 22 ഗോളുമായിട്ട് പ്രീമിയർ ലീഗിൽ 1-ാം സ്ഥാനത്ത്. ഇഗോർ തിയാഗോ 17 ഗോളുകളുമായിട്ട് 2-ാം സ്ഥാനത്തുണ്ട്. ഇപ്പോൾ സിറ്റിയിലേക്ക് വന്നതിന് ശേഷവും തന്നെ ഗോളടി ഇതുപോലെ തുടരുന്ന ആൻഡോയിൻ സെമന്യോ 13 ഗോളുകളുമായിട്ട് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.